നേരത്തെ വിവാഹം കഴിച്ച ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ്, വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ മുടിയുടെ നീളമെത്ര, തൊലിയുടെ നിറമെന്താണ്, ഉയരമെന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത്. അത് തെറ്റാണ്. ഇവളുമാരുടെ നാവിന്റെ നീളം എത്രയാണെന്നാണ് നോക്കുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടാ ട്രൈ. നീ കേൾക്കണ്ട, ഞാൻ കേട്ടോളാം. ബില്ലടച്ചു കൊടുക്കാൻ വൈകുന്നത് ആളില്ലാത്തോണ്ട് പുറത്ത് എത്ര സ്ത്രീകളെ നിന്ന് വെയിലുള്ള പുരുഷന്മാരെ നിന്ന് വെയിൽ കൊള്ളുന്നുണ്ടല്ലോ മാഡം. മാഡം തന്നെ ബില്ലൊക്കെ അടച്ചു കൊടുത്തട്ടെ. അതെ മാഡം, ഇവിടെ വന്ന് ഈ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ജാഥ ഉദ്ഘാടനം ചെയ്യാൻ പോയ നേരത്ത് ആ ബില്ലൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ വെയിലും കൊണ്ട് നിൽക്കുന്ന സ്ത്രീ. ഇതെത്ര രൂപ കളവി? അല്ല, തെറ്റിപ്പോയതാണ്. ഇതെത്ര രൂപയാണ് യുവതി? നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് ഇത് എത്ര രൂപയാണ്? ഈ മീൻ ചത്തത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ ഇതിന്റെ വില കേട്ട് ഈ മീൻ തന്നെ ചിരിച്ചിരിച്ച് ചത്തേന്. 40 രൂപ വരും. അച്ഛനോട് പോയി കൊടുക്കാനല്ലേ പറയാൻ വന്നത്? അദ്ദേഹം ചത്തുപോയി ഈ നല്ല തല കണ്ടതിന് ശേഷം. പുതിയ ഷർട്ടാണ്. അവൾക്ക് മുഷിഞ്ഞ ഷർട്ട് ഇടുന്നത് ഇഷ്ടല്ല, ചിത്തമായി. ഇതെങ്ങനെയുണ്ട്? കൊള്ളാൻ കിടക്കണമെന്നില്ല, വന്ന് കാണും. സ്വർണ്ണ പാദസര ഇടാൻ കുറിച്ച് നുള്ളിപ്പറക്കി വാങ്ങിയത് അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഊരി തന്നു. ഇതിട്ടിട്ട് പോയ അമ്മ സോറി, പ്രസവ വാർഡായിരുന്നു. ഒന്നറിയപ്പോടോ. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് ഈ വാടേ ഉണ്ടാവില്ലായിരുന്നു. അവിടെ പീറ്ററിന്റെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും. ബട്ട് ഒഫീഷ്യലി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പീറ്റർ. താൻ വേണമെങ്കിൽ ഒരു പാരലൽ എൻക്വയറി നടത്തിക്കോളൂ. പക്ഷെ മാഡം, ഇതിലെ കെട്ടുകളെല്ലാം ആന്റി ക്ലോക്ക് വൈസിലാണ്. നമ്മൾ അന്വേഷിക്കുന്ന ബൽവീന്ദറും കസ്റ്റഡിയിലുള്ള സ്റ്റീഫനും റൈറ്റ് ഹാൻഡേഴ്സ് ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. യു മീൻ? ഇതൊരു റോബറി അല്ല മാഡം, ഇറ്റ് വാസ് എ പ്ലാൻ മർഡർ. സ്റ്റീഫൻ എന്ന പ്രതിയെ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തന്നിട്ട് ക്രൈം മുഴുവൻ നടത്തിയിരിക്കുന്നത് മറ്റൊരാളാണ്, എ ബോൺ ലെഫ്റ്റ് ഹാൻഡ്. കൊറേ ആയല്ലോ വെട്ടി വിഴുകുന്നേ. കിലോയ്ക്ക് എന്നാ വില എന്നാ വിചാരം? ഞാൻ 1 വർഷം കൂടെ ഇവിടെ ജോലി ചെയ്ത് ഈ കടം കൂടെ വീട്ടിക്കോളാം മുതലാളി. ഇതുപോലത്തെ ഒരു സൈക്കിൾ എനിക്ക് മേടിച്ചു തരാമോ? തൽക്കാലം നീ ഇങ്ങനെ നടന്നാ മതി. ശരിയാ, ഇതൊക്കെ ഓടിച്ച് നടന്നു കഴിഞ്ഞാ ഞാൻ വികലാംഗനാണെന്ന് നാട്ടുകാർ പറയും. ഇതാവുമ്പോ പിന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ. പുതുശ്ശേരിയിൽ നിന്ന് കാശാ മുതലാളി. കൊപ്രാക്കുളത്തിൽ നിന്ന് തന്ന കാശ. ക്ഷമിക്കണം മുതലാളി, കുറച്ച് വൈകിപ്പോയി. ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇയാളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഈ ഹോസ്പിറ്റലിൽ കക്കൂസില്ലേ? എന്താ പേര്? വത്സൻ. ജോലിയല്ല ചോദിച്ചത്, പേര്. പേര് ശ്രീവത്സൻ. ഹലോ, മീശയുടെ പേരെന്താ? എന്റെ മീശയ്ക്ക് ഞാൻ പേരിട്ടിട്ടില്ല. 6ാമത്തെ വയസ്സിൽ മോഷണം തുടങ്ങി. ബിഗ് ഐറ്റംസ്. ചായക്കടയിലെ ബന്ന്, പലചരക്കടയിലെ തേങ്ങ, മുറുക്കാങ്കടയിലെ ബീഡി. മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടറാ. അതിനെനിക്ക് വയറ്റുവേദന ഇല്ലല്ലോ.
ഇതെന്താ വായില്? ഇത്രയും വലിയ ഗുളിയെടുത്ത് അണ്ണാക്കി തിരികിട്ട് സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളം കൊറ. ഇവൻ എന്താ അസുഖം? അല്പം ക്രിട്ടിക്കലാണ്. അതാണോ അസുഖം? ഇത് എന്റെ അപ്പൂപ്പൻ കുഴുത്തറ നായ്ക്കർ, നല്ല മനുഷ്യനായിരുന്നു. ജസ്റ്റ് മൂത്രം ഒഴിക്കാൻ പുറത്തു പോയപ്പോ മരിച്ചുപോയി. അയ്യോ, അതെങ്ങനെ മൂത്രമൊഴിക്കാൻ പുറത്തു പോകുമ്പോ മരിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ പുറത്തു പോയാൽ പിന്നെ മരിക്കില്ല.